ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. എംപിമാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടെന്ന് ഹൈക്കമാൻഡ്. കണ്ണൂരിലും കോന്നിയിലും എംപിമാർ മത്സരിച്ചേക്കില്ല. കെ സുധാകരൻ ഉൾപ്പെടെ എംപിമാർക്ക് സീറ്റില്ല. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിലിനും സീറ്റ് ഇല്ലെന്നാണ് സൂചന. തർക്കം തുടരുന്ന 5 സീറ്റുകളിൽ തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടാണ് സംസ്ഥാന നേതാക്കൾ ഇന്ന് പുലർച്ചെ ഡൽഹിയിൽ നിന്നും മടങ്ങിയത്. കണ്ണൂരിൽ ടി.ഒ. മോഹനനും കോന്നിയിൽ സതീഷ് കൊച്ചുപറമ്പിലും സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചന. പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ സൈനികരെ അയക്കുവാൻ ട്രംപ്. കരസേനയെ ഇറാനിൽ വിന്യസിക്കുവാൻ നീക്കം. പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ സൈനികരെ അയക്കുവാൻ ട്രംപ് ഭരണകൂടം തയ്യാറെടുക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% കൈകാര്യം ചെയ്യുന്ന ഖാർഗ് ദ്വീപിലേക്ക് സൈന്യത്തെ അയക്കുമെന്നും വിവരം. ഹോർമൂസ് കടലിടുക്കിലൂടെ എണ്ണ ടാങ്കറുകളെ കടത്തിവിടുന്നത് ഉൾപ്പെടെയുള്ള ലക്ഷ്യങ്ങൾക്കായും അധിക സേനയെ ഉപയോഗപ്പെടുത്തുമെന്ന് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. വന്ദനദാസ് കൊലപാതകം കോടതി ഇന്ന് വിധി പറയും. ഡോക്ടർ വന്ദനദാസ് കൊലപാതക കേസിൽ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. പ്രതി സന്ദീപ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. 2025 ഫെബ്രുവരിയിലാണ് കേസിൽ വിചാരണ നടപടികൾ ആരംഭിച്ചത്. കേസിൽ 70-ലധികം സാക്ഷികളെ വിസ്തരിച്ചു. 22 തൊണ്ടിമുതലുകളും 207 രേഖകളും കോടതിയിൽ ഹാജരാക്കി. സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ കുറ്റകൃത്യം തെളിയിക്കുന്നതിൽ നിർണായക തെളിവുകളായി മാറി. പിണറായി വിജയൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ധർമ്മടം മണ്ഡലം LDF സ്ഥാനാർത്ഥി പിണറായി വിജയൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. രാവിലെ 11 മണിക്ക് തലശ്ശേരി ജില്ലാ രജിസ്ട്രാർ ഓഫീസിൽ പത്രിക സമർപ്പിക്കും. ഇത് 3ാം തവണയാണ് പിണറായി വിജയൻ ധർമ്മടത്ത് നിന്നും ജനവിധി തേടുന്നത്. ഇന്നലെ പത്തനാപുരം ഗാന്ധി ഭവൻ അന്തേവാസികൾ മുഖ്യമന്ത്രിക്ക് കെട്ടിവയ്ക്കുവാനുള്ള തുക കൈമാറിയിരുന്നു. കണ്ണൂർ ജില്ലയിൽ ആദ്യം പത്രിക സമർപ്പിക്കുന്നത് പിണറായി വിജയനാണ്. ചർച്ച 2 മണിക്കൂർ പിന്നിട്ടു. കോൺഗ്രസിന്റെ 2ാം ഘട്ട പട്ടികയിൽ തീരുമാനമായില്ല. കോൺഗ്രസിന്റെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നു. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ 2 മണിക്കൂർ പിന്നിട്ടിട്ടും യോഗം തുടരുകയാണ്. കേരളത്തിന് ഗുണകരമായ തീരുമാനം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. സ്ഥാനാർത്ഥി പട്ടികയിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. കർണാടക മന്ത്രി KJ ജോർജ് യോഗത്തിൽ നിന്നും പുറത്തേക്ക് വരികയുണ്ടായി. കേരളത്തിന് അനുകൂലമായ തീരുമാനം ഉണ്ടാകും എന്നാണ് അദ്ദേഹം നൽകിയ സൂചന. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. എംപിമാർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് അതൃപ്തി. 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എംപിമാർ മത്സരിക്കേണ്ടതില്ലെന്ന തീരുമാനത്തിൽ വിട്ടുവീഴ്ച ചെയ്തതിൽ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് അതൃപ്തി. കെ സുധാകരൻ MPയും അടൂർ പ്രകാശിനും മത്സരിക്കുവാൻ സമിതി അനുമതി നൽകിയിരുന്നു. AICCയുടെ തീരുമാനമായിരുന്നു എംപിമാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം. എന്നാൽ ഖാർഗെയെ അനുനയിപ്പിക്കുവാൻ യോഗത്തിൽ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. രാത്രി വൈകിയും ഖാർഗെയുടെ വസതിയിൽ യോഗം തുടരുന്നു. 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ. കോൺഗ്രസിന്റെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നു. രാത്രിയിൽ നടന്ന തിരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ കേരളത്തിലെ സീറ്റുകളിൽ ധാരണയായില്ല. കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് സമിതി രാത്രിയിലും ചേരുകയാണ്. പാനലിട്ട സീറ്റുകളിൽ നേതാക്കൾ തമ്മിൽ തർക്കം രൂക്ഷമാണ്. ഏകദേശം 1 മണിക്കൂറോളമായി AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നേതാക്കളുമായി ചർച്ച തുടരുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എംപിമാർ മത്സരിക്കേണ്ടതില്ലെന്ന തീരുമാനം ഉപേക്ഷിച്ചതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് ഖാർഗെ രംഗത്തെത്തിയിരുന്നു. ഇതാണ് നേതൃത്വത്തെ യഥാർത്ഥത്തിൽ ആശയക്കുഴപ്പത്തിലാക്കിയത്. ഈ സങ്കീർണ സാഹചര്യം പരിഹരിക്കുന്നതിനുള്ള യോഗമാണ് ഇപ്പോഴും ഡൽഹിയിൽ തുടരുന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.